ദില്ലി വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ RSS പ്രചാരകൻ TG മോഹൻദാസിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയും തുടർ നടപടികൾ വൈകുകയാണ്. ഇതിനിടെ TG മോഹൻദാസ് മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കം നടത്തുന്നതായും സൂചനയുണ്ട്. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, കേസെടുക്കുന്നില്ല എന്നുള്ള വലിയൊരു ഗുരുതരാരോപണം ഉണ്ടായിരുന്നു. ഒടുവിൽ ഇന്നലെ കേസെടുത്തിരിക്കുന്നു. പക്ഷേ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത്? ഗുഡ് മോർണിംഗ്. TG മോഹൻദാസിനെതിരെ നേരത്തെ പോലീസ് കേസെടുത്തെങ്കിൽ പോലും അതിന് പിന്നാലെ അറസ്റ്റിലേക്ക് കടക്കുന്നില്ല എന്ന ആക്ഷേപം ഉയരുകയാണ്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ സംഘടനകളടക്കം ഈ പരാതി ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പലപ്പോഴും സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കാൻ കാണിച്ച ആ ഒരു തിടുക്കം അതൊരിക്കൽ പോലും TG മോഹൻദാസിന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നേരത്തെ ഒരു സൈബർ സെൽ IG തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല നൽകിയ ശേഷം ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട FIR പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ കലാപാഹ്വാനം, അധിക്ഷേപം എന്നീ വകുപ്പുകളാണ് TG മോഹൻദാസിനെതിരെ ചുമത്തുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷവും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. പക്ഷേ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുന്നുമില്ല. സ്വാഭാവികമായും മുൻകൂർ ജാമ്യാപേക്ഷയുമായി TG മോഹൻദാസ് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു നീക്കം നടക്കുന്നു എന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. അതേസമയം നേരത്തെ തന്നെ TG മോഹൻദാസിന്റെ പരാമർശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് RSS രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ച് DYFI, AAYF അടക്കമുള്ള സംഘടനകൾ TG മോഹൻദാസിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന വ്യാപകമായി മാർച്ച് സംഘടിപ്പിക്കാനും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് ഈ സംഘടനകളുടെ തീരുമാനം. എന്തായാലും ഡൽഹിയിൽ സമരം ചെയ്തവരെ അവഹേളിച്ച, അതോടൊപ്പം തന്നെ അത്തരത്തിൽ കലാപാഹ്വാനം നടത്തിയ TG മോഹൻദാസിനെതിരെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വലിയ പ്രതിഷേധം ഉയരുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഐഷി ഘോഷ് അടക്കമുള്ളവരും TG മോഹൻദാസിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ശരി, അർജുൻ മട്ടന്നൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.